ഒടുവിൽ ഇന്ത്യയുടെ അപേക്ഷയുടെ സ്വരവുമായി പാകിസ്ഥാൻ. സിന്ധു നദീജല കരാറിൽ നിന്നും പിൻവാങ്ങിയ ഇന്ത്യയോട് ആദ്യം ഭീഷണിയുടെ സ്വരമാണ് പാകിസ്ഥാൻ ഉയർത്തിയത്. തങ്ങൾക്ക് അണുവായുധമുണ്ടെന്നും സിന്ധു നദിയിൽ ഇന്ത്യക്കാരുടെ ചോരമൊഴുക്കുമെന്നും ഭീഷണി മുഴക്കിയ പാകിസ്ഥാൻ ഇപ്പോൾ കരഞ്ഞപേക്ഷിക്കുകയാണ്. ദയവായി ഇന്ത്യയുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന്. പെഹൽഗാം ആക്രമണത്തെ തുടർന്നാണ് ഇന്ത്യ സിന്ധു നദീജല കരാറിൽ നിന്നും പിൻവാങ്ങിയത്. ഇന്ത്യക്കെതിരെ തീവ്രവാദികളെ പാലൂട്ടി വളർത്തുന്ന പാകിസ്ഥാനുമായി ഇനി യാതൊരുവിധ കോംപ്രമൈസും ചെയ്യില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ പ്രസ്താവന ഇറക്കിയിരുന്നു. പെഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ 100-ൽ കൂടുതൽ ഭീകരരെയാണ് കൊന്നൊടുക്കിയതെങ്കിൽ സിന്ധു നദീജല കരാറിൽ നിന്നും ഇന്ത്യ പിൻവാങ്ങിയതോടെ പാകിസ്ഥാൻ ഗവൺമെന്റിന് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. തീവ്രവാദികളെ പാലൂട്ടി വളർത്തുന്ന പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരെ സാധാരണക്കാർ തെരുവിലിറങ്ങുകയാണിപ്പോൾ. നേരത്തെ സാമ്പത്തികമായി നട്ടം തിരിയുന്ന പാകിസ്ഥാന് ഇരട്ടി പ്രഹരമാണ് സിന്ധു നദീജല കരാറിൽ നിന്നുള്ള ഇന്ത്യയുടെ പിൻവാങ്ങൽ. ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനെ കണ്ണടച്ച് വിശ്വസിക്കില്ല. അതിനു കാരണം തീവ്രവാദം എന്നത് പാകിസ്ഥാനുകളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 100-ൽ കൂടുതൽ ഭീകരന്മാരുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപയാണ് പാകിസ്ഥാൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് വളർന്നു വരുന്ന യുവതലമുറയെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുന്ന നടപടിയാണിത്. പട്ടിണിയും ദാരിദ്ര്യവും ചൂണ്ടിക്കാട്ടി ലോകബാങ്കിൽ നിന്ന് ലഭിക്കുന്ന വായ്പ തീവ്രവാദികളുടെ അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്കുന്ന പാകിസ്ഥാനോട് ഇന്ത്യ യാതൊരുവിധ ദയയും കാണിക്കുമെന്ന് കരുതുന്നില്ല. ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതിനു കാരണം പാകിസ്ഥാനുമായി താരതമ്യം ചെയ്യുമ്പോൾ സാമ്പത്തികമായി വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഇന്ത്യ ഈ വർഷം ജപ്പാനെ മറികടന്ന് ലോകത്തെ സാമ്പത്തിക ശക്തികളിൽ 4-ാം സ്ഥാനത്തേക്ക് ഉയരുമെന്ന് കണക്കുകൂട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം നടന്നാൽ ഇന്ത്യ വിജയിച്ചാൽ പോലും ഇന്ത്യക്ക് സാമ്പത്തികമായി വളരെയധികം നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പാകിസ്ഥാനാകട്ടെ ഇന്ത്യയെ ഏതുവിധേനയും പ്രകോപിപ്പിച്ച് അവർക്കെതിരെ യുദ്ധം ചെയ്യിപ്പിക്കുകയായിരുന്നു. ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഇന്ത്യക്ക് നഷ്ടങ്ങളുടെ കണക്കെടുപ്പിനേക്കാൾ ലാഭങ്ങൾ നിരവധിയാണ്. അതിൽ ആദ്യത്തേത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നായി മാറിയിരിക്കുന്നു എന്നുള്ള മെസ്സേജാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി ഉണ്ടാക്കിയ നയതന്ത്ര ബന്ധത്തിന്റെ ഫലമാണ് പാകിസ്ഥാനുമായി ഒരു പ്രശ്നമുണ്ടായപ്പോൾ ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് സപ്പോർട്ടുമായി അണിനിരന്നത്. ഇത് ഇന്ത്യയുടെ എല്ലാ ശത്രുക്കൾക്കുമുള്ളൊരു മെസ്സേജാണ്. കൂടാതെ ഇനി പാകിസ്ഥാനുമായി കാശ്മീർ എന്ന ചർച്ചാ വിഷയം ഉണ്ടാകില്ലെന്നും പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനെ പറ്റി മാത്രമാണ് ഇനിയുള്ള ചർച്ചയെന്നും ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞു. അതായത് ഇന്ത്യയുടെ കീഴിലുള്ള കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഇനി നടക്കുന്ന ചർച്ചകൾ പാകിസ്ഥാന്റെ കീഴിലുള്ള കാശ്മീരിന് വേണ്ടി മാത്രമാണെന്നും ഇന്ത്യ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഭീകരതയ്ക്കെതിരായി ഇന്ത്യയുടെ നിലപാട് ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മൾ കണ്ടതാണ്. ഇനി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇതുപോലൊരു ആക്രമണം ഉണ്ടായാൽ ഓപ്പറേഷൻ സിന്ദൂർ ഇനിയും ആവർത്തിക്കുമെന്നും വേണമെങ്കിൽ ഒരു യുദ്ധത്തിന് തന്നെ ഇന്ത്യ മടിക്കില്ലെന്നുമാണ് ഇന്ത്യ പാകിസ്ഥാന് നൽകിയ വാർണിംഗ്.